പശ്ചിമേഷ്യൻ സംഘർഷം അതിഭയാനകമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ തന്നെ യുദ്ധം അവസാനിപ്പിച്ചേ ഇനി തങ്ങൾക്ക് വിശ്രമമുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു അഹങ്കാരത്തോടു കൂടിയായിരുന്നു പാകിസ്ഥാൻ ഇറാനുമായി ചർച്ചയ്ക്ക് മുതിർന്നത്. എന്നാൽ ആദ്യമേ തന്നെ പാകിസ്ഥാനെ തള്ളിക്കൊണ്ട് ഇറാൻ രംഗത്ത് വന്നു. നിങ്ങൾ മധ്യസ്ഥത വഹിക്കേണ്ട എന്നും അതിൽ നല്ലത് ഇന്ത്യ ഈ ഒരു പ്രശ്നം ദൂരീകരിക്കാൻ എത്തുന്നതാണ് നല്ലതെന്നതായിരുന്നു ഇറാൻ വ്യക്തമാക്കിയത്. ഇതോടുകൂടി പാകിസ്ഥാൻ ആകട്ടെ വീണ്ടും വീണ്ടും ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ നാണം കെട്ട് തലകുനിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിച്ചത്. പാകിസ്ഥാന്റെ മധ്യസ്ഥത പൊളിഞ്ഞുവെന്നും ഹോർമുസിൽ മലക്കം പറഞ്ഞുകൊണ്ട് ഇറാൻ നിലപാടെടുത്തതും കടത്തിവിട്ട 2 കപ്പലുകളെ പിന്നാലെ ചെന്ന് തടഞ്ഞതുമൊക്കെ തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ക്ഷീണമാണ് ഇവിടെ പാകിസ്ഥാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കത്തിൽ കടുംപിടുത്തം മുറുക്കുകയാണ് ഇറാൻ. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ യുഎസുമായി എത്തിയ ധാരണ പ്രകാരം 2 LNG കപ്പലുകളെ കടത്തിവിടാൻ ഇറാൻ സമ്മതിച്ചിരുന്നു. എന്നാൽ കടലിടുക്കിലേക്ക് നീങ്ങിയ 2 കപ്പലുകളെയും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്ന പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവന്നതാണ്. ഇതിനുള്ള കാരണം ഇറാൻ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം 2 കപ്പലുകളും ഹോർമൂസ് വഴി കടന്നു പോയിരുന്നുവെങ്കിൽ ഫെബ്രുവരി 28-ന് ശേഷമുള്ള ആദ്യ LNG നീക്കം അല്ലെങ്കിൽ അത്തരമൊരു നീക്കമായിരുന്നു അത്. വെടിനിർത്തൽ ചർച്ചയുടെ ഭാഗമായി 10 എണ്ണ കപ്പലുകളെ ഹോർമൂസ് വഴി കടത്തിവിടാൻ അവിടെ ഒരുക്കമാണ് എന്ന് ഇറാൻ സമ്മതിച്ചതായി US പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ ദിവസമാണ് വ്യക്തമാക്കിയത്. അതേപോലെ തന്നെ കഴിഞ്ഞയാഴ്ച ഒരു ജാപ്പനീസ് LNG കപ്പൽ ഹോർമൂസ് വഴി കടന്നു പോയെങ്കിൽ പോലും അതിൽ LNG ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിലേക്ക് 10 ദശലക്ഷത്തോളം ബാരൽ വെനസ്വേലൻ എണ്ണ എത്തുന്നു. കഴിഞ്ഞ 11 മാസത്തിനിടെ തന്നെ ആദ്യ വെനസ്വേലൻ എണ്ണ ഇറക്കുമതി കൂടിയാണിത്. ഗൾഫ് എണ്ണയ്ക്ക് ബദൽ എന്നോണം തന്നെ വെനസ്വേലൻ എണ്ണ വാങ്ങാനുള്ള ശ്രമം ഇന്ത്യ തുടങ്ങുകയാണ് ചെയ്തത്. ഇതിലൊരു പങ്ക് കൊച്ചിയിലാകും എത്തുക എന്നും അതേപോലെ തന്നെ BPCLന്റെ കൊച്ചിയിൽ റിഫൈനറിലേക്കുള്ള ആവശ്യത്തിനായി തന്നെയാണ് ഇവ എത്തുന്നത്. വെനസ്വേലൻ എണ്ണ വാങ്ങുന്നത് പരിഗണിക്കുമെന്ന് ഇവിടെ ഇവർ വ്യക്തമാക്കിയതിനു ശേഷമാണ് ഇവ എത്തുന്നതും. മറ്റ് ക്രൂഡ് ഓയിലിനെ അപേക്ഷിച്ച് കട്ടി കൂടിയ ഇനമാണ് വെനസ്വേലൻ എണ്ണ. റിലയൻസിന്റെ ജാംനഗർ നൈറയുടെ ആ ഒരു രീതിയിൽ ആ റിഫൈനറിലേക്കാണ് ഈ എണ്ണ എത്തുന്നത്. അതേസമയം ഇറാനെ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ തുടച്ചു നീക്കാനുള്ള പദ്ധതികളാണ് ട്രംപ് തയ്യാറാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു ഉടമ്പടിയിലെത്താൻ പരാജയപ്പെട്ടാൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക രീതിയിലും സൈനിക നടപടിക്ക് പോലും കാരണമായേക്കാം എന്നുള്ള ആശങ്കകൾ വർദ്ധിക്കുന്നതിനിടയിലാണ് യുഎസിന്റെ ആക്രമണ പദ്ധതി ഒരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ട്രംപിന്റെ നീക്കം പ്രവർത്തനം അല്ലെങ്കിൽ അത് പ്രാവർത്തികമായാൽ ഇന്ന് ലോക രാജ്യങ്ങളെ അപേക്ഷിച്ച് വലിയ രീതിയിൽ ഇത് വലിയ പ്രശ്നമായി ഇത് ഇവർക്ക് തന്നെ മാറുമെന്നതിലും സംശയമില്ല. യുദ്ധം തുടങ്ങി 6 ആഴ്ച പിന്നിടുമ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധ ആക്രമണ പരമ്പരയാണ് ഇറാനുമേൽ അഴിച്ചുവിടാൻ ഒരുങ്ങുന്നത്. ട്രംപിന് നൽകുന്നതിനായി തന്നെ സാധ്യമായ ലക്ഷ്യങ്ങളുടെ ഒരു ലിസ്റ്റ് US സൈനിക ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയത് തന്നെ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ട്രംപ് ആക്രമണവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിരവധി ഓപ്ഷനുകൾ മുന്നിലുണ്ട് എന്നും അതെല്ലാം തന്നെ ഇവിടെ പുറത്തേക്ക് എടുക്കുമെന്നതാണ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.